ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിഡ്സ് ലിറ്റിൽ ഹബ്. പൊരിക്കാൻ പോകുന്നത് സോസേജ്. ഇത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ പൊരിക്കാൻ തുടങ്ങാം. നമ്മളെ ഫ്രൈ പാൻ ഇതാ ഇവിടെ റെഡിയാണ്. നമ്മൾ രണ്ട് രീതിയിലാണ് കേട്ടോ പൊരിക്കുന്നത്. അതിൽ ഒന്ന് ചൂടാണെന്നുള്ളത് അല്ലാണ്ട് നമുക്ക് കുറച്ചു നേരം ചൂടാവുന്നവരെ കാത്തിരിക്കാം. അപ്പൊ ഇന്ന് മൊത്തം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നമ്മളെ ഉമ്മച്ചക്കും കൂടെ ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും പാടെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഉപ്പച്ച് പുറത്ത് പോയതാട്ടെ. നമ്മൾ ചട്ടി ചൂടാവണതിന് മുന്നേ ഉപ്പും മുളകുണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ പൊരിക്കുന്നത്. ഒന്നാമത്തെ ഉപ്പും മുളകും ഇട്ടിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുള്ളത്, രണ്ടാമത്തെ ഉപ്പ്, മൂന്നാമത്തെ ഇല്ലട്ടോ, സോറി, മൂന്നാമത്തെ ഓയിൽ വെച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ഫസ്റ്റ് ഉപ്പും മുളക് ഇട്ടിട്ടുള്ളത് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഇട്ട് കുറച്ചിട്ടിടാൻ എനിക്ക് പേടിയാട്ടോ. കൈ വറക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇടില്ലേ. നമ്മളെ സാധനം അടിക്കാത്തിട്ട് അങ്ങനെ ഇടല്ലേ. കൈ ഇത്ര മതി. അടുത്ത് നമുക്ക് എന്താക്കാം, ഓയിൽ ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇതാക്കാം. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി ഒരു സ്പൂൺ എടുക്കണം. സ്പൂൺ റെഡിയാണ്. നമുക്ക് കുറച്ചിട്ട് ഗായ്സ് നമുക്ക് ഇതൊക്കെ കൂടി സാധനം കേട്ടോ. നമ്മൾ ഫുള്ള് മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോളി, ഇപ്പൊ നമ്മള് ഉപ്പും മുളകൊക്കെ ഇട്ട പോലെ ഉണ്ട്. സത്യം പറ ഉപ്പും മുളകൊന്നും ഇട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്യണത് നിങ്ങൾ വീട്ടിൽ നോക്കണം. ചില അമ്മമാരുണ്ടാവും അടിച്ച് പണിയാക്കുക. ചെയ്യുമ്പോ കൈ പൊള്ളുന്ന ശ്രദ്ധിക്കണം. നമ്മൾ ഇടാൻ പോവാണ്. കുറച്ച് ജസ്റ്റ് ഞാൻ മുട്ടായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കണ പോലെ ഇത് ഉണ്ടാക്കിയപ്പോ അതിന് അടുത്ത് ഉണ്ടാക്കല് പഴയ സാധനം പോലെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അടുത്ത് മാത്രം എണ്ണ മാത്രമല്ല. അത് എന്ത് തരാം എനിക്ക് മനസ്സിലായില്ല. എൻ്റെ കാക്കൻ്റെ ഒരു സ്പെഷ്യലാണ്. നമുക്ക് ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കണം ഒന്നുമില്ലാണ്ട്. ഇവനാണ് സാധാ പറഞ്ഞ നമ്മളുണ്ടാവുക. ഓന് പറഞ്ഞത് എണ്ണ ഉണ്ടാക്കണം. വെൽക്കം ടു പ്ലേറ്റ്. നമ്മൾ സോസേജിനെ പ്ലേറ്റിലോട്ട് സ്വാഗതം ചെയ്യണം. ഫസ്റ്റ് നമുക്ക് നമ്മളെ ഉമ്മച്ചിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം അല്ലേ. ഇതാണ് ചെറുതായിട്ട് കഴിയാൻ പോലെ. ചെറുത് നല്ല വേന ഉണ്ടാവും ഉള്ളിൽ വേണ്ടയ്ക്ക് വേനം പൊടിച്ചില്ല. നമുക്ക് ഒക്കെ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു സൈഡിക്ക് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടുത്ത പണിയുണ്ട്. നമ്മളെ സെറ്റ് നമ്മളിതാ ഉമ്മ പറഞ്ഞ് എണ്ണ മാത്രം ആക്കണ്ട. ഉമ്മ പറഞ്ഞ് എന്താ വെച്ചാല് അങ്ങനെ ആക്കിയ പുണ്ണ് കൂടുതലാവുന്ന ഫുള്ള് ഇടണ്ട. അങ്ങനെ ഇടല്ലേ, ഞാൻ ഇട്ടല്ലേ. മതി, നല്ല എരിവാ.
ഇനി നമുക്ക് കുഴച്ച് വെക്കാം. മതിയടാ അതെന്തത് നമുക്ക് ചെയ്യണം. ചെയ്യാൻ കുഴക്കണ്ട ലോടത്തും തേച്ച് പിടിക്കണം. ആയിട്ടുണ്ട്. നേരത്തെ കൈ പൊള്ളിയിൽ നമ്മൾ ചെറുതായിട്ട് ഇത് ഓഫ് ചെയ്തിരുന്നു ഗൈസ്. നമ്മൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. സ്പൂണ് അത് അങ്ങനെ തിരിച്ച് വരുന്നുണ്ട്. എനിക്ക് ഇളക്കാനേ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ഇതിനൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ അറിയാം. പൊരിക്കാൻ വെച്ചാണ് കണ്ട പൊരിക്കാൻ നല്ല അടിപൊളിയായിട്ട് വെച്ചു. ഇതിലൊരു പണി എൻ്റെ ഒന്നും ചെയ്തില്ല. ഫുള്ള് ഞാൻ തന്നെ. ഞാനും ഇതിൻ്റെ കാക്കിമ്പട ചെയ്ത് അപ്പൊ നമ്മള് സാധനം ആയിട്ടുണ്ട്. കുറേ നേരം നമ്മൾ ഉമ്മച്ചെടുത്തിരുന്നു പറഞ്ഞ എടുത്തരും. ഓക്കെ ഇനി നമുക്ക് ചോറിൻ്റെ ഒപ്പം തിന്നുന്ന കാണാം. ഫസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പെർഫെക്റ്റ്. പൊള്ളി നല്ല അടിപൊളി. നല്ല അടിപൊളി സാധനം. നല്ല എരിവുണ്ട്. പിന്നെ മാത്രമല്ല ഇതുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് നിന്ന് നോക്കാം. രണ്ടും അടിപൊളി. നേരത്തെ പൊരിച്ചാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്കൊരു പണിയും കൂടി ഉണ്ട്. കിച്ചൺ വൃത്തിയാക്കണം. അവൻ ചെയ്തത് അവനവൻ തന്നെ വൃത്തിയാക്കണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അടിപൊളി.